ഹായ്, അപ്പോൾ നമ്മുടെ കീം 2026 എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഞാനൊന്ന് പറയാം. നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ജൂലൈ 2 സ്റ്റാർട്ട് ചെയ്തത്. ജൂലൈ 6 4 മണി വരെ മാത്രമേ നമുക്ക് ഓൺലൈൻ ആയിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ജൂലൈ 6 4 മണി വരെ. അതിനുശേഷം 5 തീയതി ജസ്റ്റ് ഒരു ട്രയൽ അലോട്ട്മെന്റ് ഇടും. അതായത് ജസ്റ്റ് ബിഫോർ ക്ലോസ് ചെയ്യുന്നതിന്റെ മുന്നേ ആയിട്ട് 5 തീയതി ഒരു ട്രയൽ അലോട്ട്മെന്റ് ഇടും. അത് നമുക്ക് ഏകദേശം ആ ഒരു പ്രൊസീജിയർ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം 6 തീയതി ഓപ്ഷൻ രജിസ്ട്രേഷൻ ക്ലോസ് ആയി കഴിഞ്ഞാൽ 7 തീയതി പ്രൊവിഷണൽ അലോട്ട്മെന്റ് ലിസ്റ്റ് ഇടും. ഓക്കെ, പ്രൊവിഷണൽ അലോട്ട്മെന്റ് ലിസ്റ്റ് ഇടും. അതിൽ നമുക്ക് ഏകദേശം ഒരു പിക്ചർ കിട്ടും. ദെൻ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് നമുക്ക് ജൂലൈ 8 തീയതിയാണ് പബ്ലിഷ് ചെയ്യുക. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ ഏത് കോളേജ് കിട്ടും എന്നുള്ള കാര്യം നമുക്ക് അവിടെ അറിയാൻ സാധിക്കും. ഇനി ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ നമുക്ക് ഒരു കോളേജ് കോഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഫീസ് അടയ്ക്കുക എന്നുള്ളതാണ്. അലോട്ട്മെന്റ് മെമ്മോ വരും, ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ഫേസിൽ കിട്ടിയ സ്ഥലത്ത് നമുക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നമുക്ക് ഹയർ ഓപ്ഷൻസിലേക്ക് പോകണം എന്നുണ്ടെങ്കിലും, സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ഫീസ് നമ്മൾ അടച്ചിരിക്കണം. ഓക്കെ, അപ്പോ ആ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 9/7/2026 മുതൽ 12/7/2026 വരെ ആയിരിക്കും നമുക്ക് ഫീസ് അടയ്ക്കാനുള്ള ടൈം. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഫീസ് അടയ്ക്കുക. അതിനുശേഷം പിന്നെ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നമുക്ക് ഹയർ ഓപ്ഷൻസിലേക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അതിലേക്ക് മാറാനൊക്കെ സാധിക്കും. പക്ഷെ അങ്ങനെ മാറണമെന്നുണ്ടെങ്കിലും നമുക്ക് അപ്പൊ കിട്ടിയ ഓപ്ഷനിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ ആ ഫീസ് അടയ്ക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതുപോലെ നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.